എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രീം ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പിരിച്വലി അവേക്കൻഡായി ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്തു, കാർമിക് ലെസൺസ് ഒരുപാട് കിട്ടി, ലൈഫ് ലെസൺസ് കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു ആക്ഷനൊക്കെ എടുത്ത് കാർമിക് സൈക്കിള് തന്നെ ഒന്ന് എൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരെണ്ണം തുടങ്ങണം അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് ഒത്ത ഒരു ജീവിതം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും മോട്ടിവേഷനും നല്ല സജഷനും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പലതിലും അധിഷ്ഠിതമാണ്. അതായത് മുന്നേ കടന്നുപോയ ആളുകൾ, നമ്മുടെ ആൻസിസ്ട്രൽ ബേസിലുള്ള ആളുകളുടെ ആ ഒരു സ്വഭാവ സവിശേഷത, നമ്മളുടെ ആ ഒരു കൾച്ചർ, ട്രഡീഷൻ അല്ലെങ്കിൽ സൊസൈറ്റി, പിന്നെ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന പേരൻസ്, അവരൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ബിഹേവിയർ പാറ്റേണിസം, പിന്നെ നമ്മളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം, കൺട്രോളിങ് ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതായത് നമ്മളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഡ്രീംസ് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് രീതിയാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈഗോ ഡ്രീമും, രണ്ട് എന്ന് പറയുന്നത് സോൾ ഡ്രീമുമാണ്. അപ്പോൾ നമ്മളൊരു 90% ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ഈഗോ ബേസ്ഡ് അപ്രോച്ചിലാണ്. അപ്പോൾ ഈഗോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രദാനം ചെയ്യുന്നതല്ല മനസ്സിൻ്റെ തലം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചിന്താഗതികൾ. അത് എപ്പോഴും നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് വേണ്ട, അത് ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഉണ്ടാവുകയും അതൊരു ഫീല് പോലെ പുറത്തേക്ക് വരികയും ആ ഒരു വൈബ്രേഷൻ മാച്ച് ആയിക്കൊണ്ട് അത്തരത്തിലുള്ള നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊരു ചേസിങ് മെൻറ്റാലിറ്റിയിൽ എനിക്കത് വേണം, റിലേഷൻഷിപ്പിൽ എനിക്ക് ഈ ആളിനെ ഇഷ്ടപ്പെട്ടു, അവരെ എൻ്റെ ജീവിതത്തിൽ വേണം, പക്ഷെ അവർ നമ്മളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ എത്രത്തോളം പെയിൻഫുള്ളാണ്. ആദ്യത്തെ ആ ഒരു ബട്ടർഫ്ലൈ മൂമെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതൊരു 5% മാത്രം ഒരു ഐസ്ബർഗിൻ്റെ ടിപ്പ് നമ്മൾ കണ്ട് റിയലൈസ് ചെയ്യുന്നതല്ലാതെ ബാക്കി താഴോട്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്ന എത്ര ബാഗേജും എത്ര പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് ഞാൻ തന്നെ അട്രാക്റ്റ് ചെയ്ത് എന്നിലേക്ക് വയ്ക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി വേണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചേസ് ചെയ്ത് ഓരോന്ന് നേടിയെടുക്കുമ്പോൾ ജോലി ആ ഒരു പൊസിഷൻ എനിക്കിഷ്ടമാണ്, ശരി, പക്ഷേ അതിൻ്റെ ആ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോം അവിടെയുള്ളവരുടെ വർക്കിംഗ്, അപ്പോൾ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതി, അവരുടെ ആ ഒരു ഹയർ പൊസിഷനിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊന്നും നമ്മളത്ര ബോധവടല്ലാതെ ആ ജോലിയിലുള്ള എൻ്റെ ആ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് വീണു പോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു മാനസിക തലം അല്ലെങ്കിൽ ഒരു ഈഗോ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പറയുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത് വേണം, ഐ വോണ്ട് ഇറ്റ് എന്നുള്ള രീതിയിൽ ഒരു ചേസിങ് മെൻറ്റാലിറ്റിയിൽ ഒക്കെ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് ദൂരോട്ട് പോകും. ബിക്കോസ് ഇറ്റ്സ് അഡിക്ഷൻ ഓർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളതിനെ പിന്നെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മളുടെ തലത്തിലേക്കൊന്നും നമ്മളുടെ തരത്തിലേക്കൊന്നും ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് വരാതെ ആവുമ്പോൾ അവിടെ ആ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അഗ്രഷൻ, ആങ്കർ അല്ലെങ്കിൽ ഒരു ഈഗോ ബേസ്ഡ് അപ്രോച്ചിൽ എന്ത് വന്നാലും ശരി, എത്ര സ്ട്രഗിൾ എടുത്താലും ശരി, അത് കൂടെ വേണം എന്ന് പറയുമ്പോൾ ഓരോ വട്ടവും ഒരു മൊട്ടുസൂചി എടുത്ത് വെച്ച് നമ്മളുടെ ദേഹത്ത് ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഈഗോ ഡ്രീംസ് എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്ക് വർക്കൗട്ടാവില്ല, വർക്കൗട്ടാവും പക്ഷെ അത് വളരെ പെയിൻഫുള്ളായിരിക്കും. എന്നാൽ
സോൾ ഡ്രീം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹമാണ്. എപ്പോഴും നമുക്ക് വളരെ ജോയ് അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ അല്ലെങ്കിൽ വളരെ ഫുൾഫിൽമെൻറ്റ് തരുന്ന ഒരു തരത്തിലുള്ള ഡ്രീമാണ്. ബിക്കോസ് സോൾ എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ എനർജി ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾക്കൊരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇവോൾവിങ് അല്ലെങ്കിൽ ഒരു അവേക്കനിങ് ഒക്കെ തന്ന് നമ്മളുടെ ആ ഒരു ഓൾഡ് പാറ്റേൺസ് എല്ലാം അങ്ങ് ഷെഡായതിനു ശേഷം മാറിയതിനു ശേഷം ഒരു വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മളിൽ തന്നെ വരുത്തിക്കൊണ്ട് ഒരു സൈക്കിള് തന്നെ എൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വെർഷനിലുള്ള നമ്മളെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് തെറ്റെന്താണ് ശരി എന്താണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോയാൽ ഞാൻ പഴയ രീതിയാവും, അതെനിക്ക് വേണ്ട. എന്നാൽ പുതിയ രീതിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സോൾ ലെവലിൽ എന്തൊക്കെയോ ക്രേവ് ചെയ്യുന്നു, എന്തൊക്കെയോ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് ആ ഒരു ഡിവൈൻ ഫോഴ്സും കൂടെ ചേർന്നുകൊണ്ട് എന്നെ ആ ഒരു രീതിയിലേക്ക് നയിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളുടെ സോൾ ലെവലിലുള്ള ഒരു ഡ്രീമും അതെപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒന്നുമാണ്. അപ്പോൾ നമുക്കതിനെ ചേസ് ചെയ്യേണ്ട ആ ഒരു തോട്ട്, ആ ഒരു ഫീലിംഗ് വരുമ്പോൾ അത് നമ്മൾ പുറത്ത് ആ ഒരു വൈബ്രേഷനിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ ആ ഒരു സമയം ഹൈ വൈബ്രേഷൻ എനർജിയിലായതുകൊണ്ട് നമ്മളുടെ അത്തരത്തിലുള്ള ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ആ ഒരു ഡ്രീംസ് എന്ന് പറയുന്നത്, ഈഗോ ഡ്രീംസ് ആൻഡ് സോൾ ഡ്രീം. ഇനി സോൾ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് എൻ്റെ സോൾ ഡ്രീം എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക. അല്ലെങ്കിൽ നാം ആരാണ്, ഹൂ അം ഐ എന്നുള്ള രീതിയിൽ ഉള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യരൂപത്തിൽ പിറന്നു വീണപ്പോൾ എനിക്കതിനൊരു മിഷനുണ്ട്, ഒരു സോൾ പർപ്പസ് ഉണ്ട്. ചുമ്മാതെ ജീവിച്ച് കുറേ കാലം എന്തൊക്കെയോ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തിലൂടെയൊക്കെ പോയി ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന രീതിയിൽ വൺ ആഫ്റ്റർ ദി അതർ എന്നുള്ള രീതിയിൽ മനസ്സ് പറയുന്നതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടാതെ ആ ഒരു രീതിയിലേക്കൊക്കെ നിൽക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ എന്തിനാണ് ഞാൻ വന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്ന രീതിയിൽ നമ്മളുടെ സോള് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ, ഗൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു തലം എന്ന് പറയുന്നത് ഒരു ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് റേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പല കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മളുടെ മുന്നിൽ കിട്ടുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് വളരെ സറണ്ടറായി നിന്നുകൊണ്ട് എന്താണ് എൻ്റെ സോൾ പർപ്പസ് എന്ന് നമ്മളൊന്ന് തേടി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ആ ഒരു പാത്ത് എന്താണ് എന്നൊക്കെ ഒന്ന് സെൽഫ് ഡിസ്കവറി പോലെ, നമ്മളിലൊരു സെൽഫ് ഡിസ്കവറി പോലെ ഒക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ സോൾ ഡ്രീമിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു യാത്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്ത പല കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്ത് കളയുക. വേണ്ട, അതവിടെ കളഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കളഞ്ഞിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു വിശാലത. അപ്പോൾ നമ്മളുടെ ആ ഒരു ജീവിച്ചു വരുന്ന കാലം മുതൽ നമ്മൾ ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പല ഘട്ടത്തിലും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഏജ് ആ ഒരു ഡെവലപ്മെൻ്റ് അനുസരിച്ച് പല രീതിയിലുള്ള ആളുകളും നമ്മളുടെ ചുറ്റിന് കാണും. അത് അടുത്തും അകന്നും ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ഇൻട്രാക്ഷനും ഒക്കെ നമ്മളുടെ ആ ഒരു ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് തോന്നിയാലും അതൊക്കെ അവിടെ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു തലം പറയാം, അതെങ്ങനെ ശരിയാകും, എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെ, നാളെ നമ്മുടെ ജീവിതം എന്താവും, ഒറ്റപ്പെട്ടു പോവില്ലേ, അങ്ങനെ ഒരു ജീവിതം അതുമായിട്ട് സൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ
100,000 ചോദ്യങ്ങൾ മനസ്സിൻ്റെ ഒരു തലത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അതെല്ലാം അവിടെ കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്റ്റിമുലേ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എപ്പോഴും അതിങ്ങനെ വളർത്തി നമുക്ക് എങ്ങനെയായാലും പണം സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഫോക്കസ് മൊത്തം അതിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളൊരു 5 ലക്ഷം രൂപ നേടിയെടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ 5 ലക്ഷം രൂപ നമ്മൾ എവിടെ വയ്ക്കും, എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും, അതല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെ കാണിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മളപ്പോൾ അവിടെ ചിന്താകുലരല്ല, ബോധേഡല്ല. അപ്പോൾ അങ്ങനെ 5 ലക്ഷം രൂപ കിട്ടിയതിന് ശേഷം ഈ 5 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ അത്രയും രൂപ കൊണ്ട് എനിക്ക് മനസ്സിന് അത്രയും സന്തോഷവും സമാധാനവും തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ നേടിയെടുത്തോ എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് ആസ്വദിക്കുന്നതിന് പകരം മനസ്സ് പറയും, ഇനി നമുക്കടുത്ത ഇന്ന കാര്യം വേണം എന്നുള്ള രീതിയിൽ നമ്മളെ പറയുകയും അത് 5 ലക്ഷം രൂപ എനിക്ക് ആഗ്രഹമായിരുന്നു, അത് നേടിയെടുത്തു, അത് കിട്ടി, ഇനി അടുത്ത കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഡിസയേഴ്സ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിലും അതൊരു നിമിഷം നിന്ന് അതൊന്ന് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ ആനന്ദത്തിൽ ഒരു നിർവൃതി അടയുന്ന രീതിയിൽ നമുക്കൊന്ന് നിൽക്കാനോ ഒന്നും മനസ്സിൻ്റെ ആ ഒരു തലം നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഒരു ഗോൾ ഗെറ്ററിനെ പോലെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഓടി ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ അതിൽ നിന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷമോ സമാധാനമോ നമ്മളുടെ ഫോക്കസ് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കാൻ നമ്മളെ അനുവദിക്കില്ല. എന്നാൽ സോൾ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് അത് ആ ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും. കാരണം പ്രപഞ്ചശക്തി എന്താണ്, പ്രപഞ്ചശക്തി ഓരോ മനുഷ്യർക്കും എന്താണ് കൊടുത്ത് ഈ ഭൂമിയിലേക്ക് അവർ ഓരോ നിമിഷവും ഇങ്ങനെ ഗൈഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ആ ഒരു ശക്തിയിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ട് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആവുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനെ എന്ത് കാര്യമെന്ന് പറഞ്ഞാലും അതിനെയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പണാക്കി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ എനർജി വാമ്പയർ പോലെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയും ഉയർച്ചയും ഒന്നും ആഗ്രഹിക്കാത്ത ആളുകൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നെങ്കിൽ പോലും അവരോട് ബഹുമാനമുണ്ട്, ശരിയാണ്. പക്ഷേ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ നമുക്കതെല്ലാം അവിടെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് അവിടെ നിങ്ങൾ സമ്പാദിച്ചെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളാത്ത പല കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളവിടെ പുതിയ ന്യൂ ബിഗിനിങ്സ് പോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടും. പക്ഷേ കണ്ടുമുട്ടുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒന്നും നമ്മളുടെ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന പല ആളുകളും നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ചിലപ്പോൾ ജോലിയായിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഹൈലി ടോക്സിക് കാർമിക്കായിട്ടുള്ള വ്യക്തികളായിരിക്കും. അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പുതിയ തുടക്കം പോലെ മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും അറിയാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സ്ട്രേഞ്ചേഴ്സ് നമ്മളുടെ മുന്നിൽ വരികയും അവർ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വിലമതിക്കാനാവാത്ത പാഠങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാനും അവരുടെ സമയം ഒക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് നടത്താനും നയിക്കാനും ഒക്കെ അവർ ശ്രമിക്കുമ്പോൾ ഇതുമായിട്ട് പെട്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും നമ്മളോട് ചോദിക്കും, ഇവരാരാ, ഇവരെന്തിനാ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ, ഒരു പരിചയവും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു വിയർഡ്നെസ് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു 3 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സഹനശക്തി, പേഷ്യൻസ്. എന്ത് വലിയ കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും അതിനെ നമ്മൾ ക്ഷമയോടുകൂടി അപ്രോച്ച് ചെയ്യുക.
അല്ലാതെ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നുന്നു, പഴയ വെർഷനിലേക്ക് തന്നെ ഓടിപ്പോകാനായിട്ട് തോന്നുന്നു. ചിലപ്പം ചില ആളുകൾ വളരെ സ്നീക്കിയാണ്, വളരെ ഡിസോണസ്റ്റ് ആണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരുപാട് പെയിൻ, ഒരുപാട് ട്രോമ അവരുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ അത് ആ ഒരു രീതിയിൽ അത്രയും വേദനകൾ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്നീക്കി അപ്രോച്ച് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് ആ വേദന പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന പെയിൻ അല്ലെങ്കിൽ ആ ഒരു ട്രോമ അതെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ ഹീൽ ചെയ്ത് കളഞ്ഞാൽ ഞാൻ ആ ഒരു പുതിയ വെർഷനിലുള്ള ഒരു ആളാകും എന്നൊരു റിയലൈസേഷൻ എത്തുമ്പോൾ നമ്മൾ കുറച്ച് സഹനശക്തിയോടുകൂടി പുതിയ പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ രണ്ട് കൈയും നീട്ടി പ്രപഞ്ചശക്തി എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തരുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ പേഷ്യൻസായിട്ട് നിന്നുകൊണ്ട് എൻ്റെ ആ ഒരു ഓൾഡ് വേർഷനിലേക്ക് എൻ്റെ ഡബിൾ എനർജി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പഴയ രീതിയിലേക്ക് പോകാം, അതാ നല്ലത്. അതിൽ നമ്മൾ വളരെ വളരെ അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ വളരെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് വെർഷനുമായിട്ട് നമ്മൾ വളരെ അഡ്ജസ്റ്റഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഡബിൾ എനർജി, ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി നമ്മളെ അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുമ്പോൾ ഇല്ല അത് ശരിയല്ല, എനിക്ക് ആ ഒരു രീതിയിലേക്ക് പോകണ്ട, അതിൻ്റെ നല്ലത് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മോശപ്പെട്ട കർമ്മങ്ങൾ ഇങ്ങനെ കുമ്പാരം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ചഞ്ചലതകളാണ് ചാബല്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ ഒരു പുതിയ ഒരു വെർഷനിൽ പുതിയൊരു തുടക്കം പോലെ നമ്മളുടെ മുന്നിൽ പല സാഹചര്യങ്ങളും വ്യക്തികളും വരുമ്പോൾ വളരെ സഹനശക്തിയോടുകൂടി പേഷ്യൻ്റായി നിന്നുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം സ്വീകരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെ സഹനശക്തിയോടുകൂടി നമ്മൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പം യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ആ ഒരു ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ പഴയ ഒരു വേർഷനിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടെംപ്റ്റേഷനിലൊന്നും വീണു പോകാതെ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു പുതിയ വേർഷനിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ ആ ഒരു സാഹചര്യവും സാധ്യതയും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പ്രോസസ്സിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺനെസ്. അപ്പോൾ സഹനശക്തിയോടുകൂടി വരുന്ന എന്ത് വലിയ ജെർക്സ് ആണെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിലും പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണെങ്കിലും ഒക്കെ ഞാൻ അതിൽ വീണു പോകാതെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്പൺനെസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് ഹൃദയം വളരെ തുറന്ന് ആ ഒരു പ്രപഞ്ചശക്തിയുടെ എല്ലാ തരത്തിലുമുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗൈഡ്നെസ് ഒക്കെ അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഓപ്പണായിട്ടിരുന്നു കൊണ്ട് പ്രപഞ്ചശക്തിയുമായിട്ട് വളരെ അലൈൻ ആയിക്കൊണ്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ആ ഒരു പ്രപഞ്ചം ചുറ്റിന് ഒരു വണ്ടി പോകുമ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റിലുള്ള നമ്പർ അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെവിയിൽ കേൾക്കുമ്പോൾ അതുമായിട്ടൊക്കെ നമ്മളുടെ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണെന്നുള്ള രീതിയിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ ഒരു ഓപ്പൺനെസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പ്രോസസ്സിലൂടെയൊക്കെ കടന്നുപോയി അവസാനം നമുക്ക് നമ്മളുടെ ഡ്രീം ലൈഫിലേക്ക് എത്തണമെങ്കിൽ അവിടെ ചെയ്യേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസ് സമയാസമയം എടുക്കുക. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഒരു ടൈംലി മാനറിൽ ചെയ്യുക. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിൽ വരുമ്പോൾ, ഒരു വ്യക്തി നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവർ നമ്മളുടെ നെഗറ്റിവിറ്റിയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയിൽ അവർ വളരെ അസൂയാലുക്കളാണ്, അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സം നിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളുടെ ഓൾഡ് വെർഷനിലേക്ക് പോയിക്കൊണ്ടയോ ഇത് എൻ്റെ ഇന്ന ആളാണല്ലോ, അവരുടെ അടുത്ത് എങ്ങനെ ഞാനത് പറയും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് ഞാനിപ്പോൾ പഴയ ആളല്ല, ഒരു ഓൾഡ് വെർഷനിലുള്ളൊരു വ്യക്തിയല്ല, ഒരുപാട് അവേക്കനിങ് ആ ഒരു പ്രപഞ്ചശക്തി ഒരുപാട് ലൈഫ് ലെസൺസ് ഗൈഡൻസ് ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഡ്യൂട്ടീവ് ലെവലിൽ എന്തൊക്കെ തോട്ട്സ് വരുന്നോ അത് ഭയം കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഓരോ ആക്ഷൻസും എടുത്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് നടക്കാനും നയിക്കാനും നമ്മളെ തന്നെ ഒന്ന് സജ്ജമാക്കുക. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു
പുതിയ വെർഷനിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡ്രീം ലൈഫ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അവിടെ പിന്നെ യാതൊരു തടസ്സങ്ങളും വരില്ല. ബിക്കോസ് നമ്മൾ യൂണിവേഴ്സൽ ഗൈഡൻസ്, ആ ഒരു യൂണിവേഴ്സൽ പ്രൊട്ടക്ഷനിൽ ആയതുകൊണ്ട് നമ്മളുടെ ഇൻഡ്യൂട്ടീവ് ലെവലിൽ തോട്ട് വരുമ്പോൾ നമ്മൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ, ആരെയും നോക്കാതെ ആ ഒരു തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ അവിടെ സാധിക്കുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് ഒത്തുള്ള ഒരു ജീവിതം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നവിടെ പറയുകയും ചെയ്യാം. വളരെ പീസ്ഫുള്ളായി, വളരെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, വളരെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ട്, യാതൊരു ടെൻഷനും ഇല്ലാതെ ലൈഫ് ഈസ് സോ അമേസിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഈഗോ ഡ്രീംസിന് എല്ലാം ഡെത്ത് കൊടുത്തുകൊണ്ട് സോൾ ഡ്രീംസിലേക്ക് നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് ആ ഒരു ലെവലിലേക്ക്, ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.